जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे। सारा जहां देख लिया अग भी तेरा जैसा कोई नहीं। बेहसी नहीं सभी दुनिया हुआ है नहीं कहे तेरा जैसा कोई नहीं। मैं गया जान भी बस तेरी याद थी जो मेरे साथ थी मुझको तड़पाती रुलाती। അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റായിട്ടുള്ള ശ്രീ മണികണ്ഠൻ അവരാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുവാനായിട്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ KB അജോഷ് മാസ്റ്ററാണ്. അദ്ദേഹത്തെയും എത്രയും സ്നേഹാദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഹരികുമാർ ഭട്ടതിരിപ്പാട്, അദ്ദേഹം നമ്മുടെ PTA വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ MPTA പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി ചന്ദ്രകല അവർക്കും പ്രത്യേകം സ്വാഗതം പറയുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടിയിട്ട് നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ അവരുടെ സാദരം ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ ഒരു വേളയിൽ ആദ്യമേ തന്നെ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. വരിക വരിക സഹജരെ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടക്കി പോകണം. ശ്രീ അംശീനാരായണ പിള്ള എഴുതിയിട്ടുള്ള ഈ വരികൾ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഏവർക്കും സ്നേഹപൂർവ്വം ഭാരതത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. നമുക്കൊന്ന് ഭാരതമാതാവിന് ജയ് വിളിച്ചാലോ? ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. പിറന്നാൽ ഒരമ്മ ജന്മം നൽകിയാൽ നമ്മൾ എന്താണ്? ഒരു ഉദരത്തിൽ നിന്ന് ജനിച്ചവരാണ്, സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. ശരിയല്ലേ? അതേ രീതിയിൽ ഭാരതത്തെ നമുക്ക് അമ്മയായി കാണാൻ സാധിക്കുന്നത് നമുക്ക് വേണ്ട വായു നൽകുന്ന, നമുക്ക് വെള്ളം നൽകുന്ന ആരാണ്? ആഹാര സാധനങ്ങൾ ഉണ്ടാവുക ഈ മണ്ണിലാണ്. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാം തന്ന് വളർത്തുന്ന നമ്മുടെ ഒറ്റമ്മയാണ് ആര്? ഭാരതം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിന് ധീരദേശാഭിമാനികൾക്ക് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം നാം ഇവിടെ ആഘോഷിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് ആദ്യമായി ഞാൻ എൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നും ഈ രാജ്യത്തെ
കാക്കുന്ന കൊടുന്തണുപ്പിലും ചൂടിലും മഴയത്തും മഞ്ഞത്തും ഈ രാജ്യത്തെ കാത്തുരക്ഷിക്കുന്ന ധീര ജവാന്മാർക്ക് സൈനികർക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എൻ്റെ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Who lived in the 19th century. She was born on November 19, 1828 in Varanasi in India and was named Manikarnika. She was married to Raja Gangadhar Rao, the king of Jhansi, and became the queen of Jhansi at a young age. After her husband's death, the British East India Company tried to annex Jhansi, but Lakshmi Bai refused to give up her kingdom. She adopted a son and declared him as her successor, but the British did not recognize him. In 1857, the Indian rebellion against British rule broke out and Lakshmi Bai joined other rebels. She led her army against the British and fought bravely but was defeated. She escaped and joined other rebel leaders. കൊളോണിയൽ ഭരണം ഇന്ത്യയെ വൻതോതിൽ ചൂഷണത്തിന് വിധേയമാക്കി. സ്വാതന്ത്ര്യ വേണത്തിൽ നീലടങ്ങി നിന്ന ഈ ഘട്ടത്തിലാണ് ഒരു വെളിച്ചക്കേട് പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാകുന്നത്. ഒരു ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യഘട്ടം എന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ കീഴിൽ മിതവാദികളെന്നും ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിൽ തീവ്രവാദികളെന്നും രണ്ട് വിഭാഗങ്ങളായി വേർതിരിഞ്ഞു. 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെ മഹാത്മാഗാന്ധി നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുൻനിരയിലേക്ക് എത്തിയത് നമ്മുടെ സമര മണ്ഡലത്തിലെ വളരെ വലിയ വഴിത്തിരിവായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കീഴിലാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന മുന്നേറ്റമായി മാറിയത്. ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാക്കുക മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒന്നിച്ച് അണിനിരക്കേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെടുത്തൽ കൂടിയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. നിരവധി മഹാന്മാരായ ധീരദേശാഭിമാനികളുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാകുന്ന അമൃതത്വം. ആ അമൃതത്വം ഭരണഘടനയുടെ ചട്ടക്കൂടിലും സദാചാര മൂല്യങ്ങളുടെ ചട്ടക്കൂടിലും നിന്നുകൊണ്ട് ആസ്വദിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. India will be celebrating its 100th anniversary of independence by 2047. My vision for India is by 2047, India must come under the list of developed countries. To attain this, I look forward for an India where everyone is educated and there is employment for all, and the natives are happy and satisfied. I wish for an India where every science are engaged in doing different significant researches, and that India will be ദിനത്തോടനുബന്ധിച്ച് UP ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി നടക്കുന്ന വിവിധ മത്സരങ്ങളിലെ വിജയികളെ ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഹൈസ്കൂൾ UP വിഭാഗം ഇൻഡിപെൻഡൻസ് ഡേ ഇംഗ്ലീഷ് സ്പീച്ച് കോമ്പറ്റീഷൻ്റെ വിജയികളെയാണ് പ്രഖ്യാപിക്കുന്നത്.
के कोई धन है क्या तेरी धूल से बढ़ के तेरी धूप से रोशन